പഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ഭീകരൻ ഹാസിം മൂസ പാക് പട്ടാളത്തിലെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ കമാൻഡറായിരുന്നുവെന്ന് NIA. ആക്രമണം നടക്കുമ്പോൾ ബൈസ്രൺ വാലിയിലെ മെയിൻ ഗേറ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജമ്മു കശ്മീർ പോലീസ് ഉദ്യോഗസ്ഥനെയും 3 സെക്യൂരിറ്റി ഗാർഡിനെയും വിശദമായി ചോദ്യം ചെയ്തു. ബൈസ്രൺ വാലിയിലെ സീപ്ലെയിൻ ഓപ്പറേറ്ററെയും ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിന്റെ വിവരങ്ങളിലേക്കാണ് നമുക്ക് ആദ്യം തന്നെ പുത്തൻപുലരിയിൽ പോകേണ്ടത്. ജനം TV സംഘം നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ പെഹൽഗാമിൽ തുടരുകയാണ് തത്സമയ വിവരങ്ങളുമായി. പക്ഷെ നമുക്കറിയാം, ഭീകരാക്രമണമാണ് നടന്നിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സുരക്ഷാ നിലപാട് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ NIA എടുക്കുന്ന എല്ലാ നിലപാടുകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അതിൻ്റേതായ തടസ്സങ്ങൾ ഉണ്ട്. ദൃശ്യങ്ങൾ, ഒരുപക്ഷെ NIAയുടെ ദൃശ്യങ്ങൾ, NIA ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനും തടസ്സങ്ങളുണ്ട്. പക്ഷേ പെഹൽഗാമിൽ നിന്നുള്ള മറ്റു വിവരങ്ങളെല്ലാം തന്നെ തത്സമയം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നന്ദഗോപനാണ് നമുക്ക് പെഹൽഗാമിൽ നിന്ന് ചേരുന്നത്. നന്ദൻ, ഈ ഹാസിം മൂസയാണ് നേതൃത്വം നൽകിയത് എന്ന കാര്യം വ്യക്തമാകുന്നു. ഹാസിം മൂസ പാക് പട്ടാളത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു എന്ന വിവരവും അതടക്കമുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വീണ, ഈ പെഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഈ സംഭവത്തിലെ പ്രധാന കാരണക്കാരനായ ഹാസിം മൂസ, ഇയാൾ ലഷ്കർ-ഇ തോയ്ബയുടെ ഭീകരനാണ്. ഇയാൾ മുമ്പ് പാക് പട്ടാളത്തിൽ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ കമാൻഡറായിരുന്നു എന്നുള്ളതാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു ഈ പെഹൽഗാമിൽ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും ഈ NIA ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ NIAയുടെ കസ്റ്റഡിയിൽ നിരവധി ആൾക്കാരുണ്ട്. ഇതിനോടകം തന്നെ 15 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ പ്രധാനമായും നിരവധി പേരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട്. NIA സംഘം തന്നെ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല, ഈ ആക്രമണം നടക്കുമ്പോൾ ഈ ബൈസരൺ വാരിയിലെ മെയിൻ ഗേറ്റിൽ ഒരു ജമ്മു കാശ്മീർ പോലീസിൻ്റെ ഒരു കോൺസ്റ്റബിൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഇയാൾ സായുധധാരിയായിരുന്നു. ഇയാളുടെ പക്കൽ തോക്കുണ്ടായിരുന്നു. എന്നാൽ ഈ വെടിവെച്ച് കേട്ടപ്പോഴോ അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാർ ഈ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴോ ഒന്നും തന്നെ, അല്ലെങ്കിൽ ഈ തീവ്രവാദികളെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള യാതൊരു ശ്രമവും ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത് NIAക്ക് കൃത്യമായ സംശയങ്ങൾ ഉളവാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാൾ ഇപ്പോഴും കസ്റ്റഡിയിൽ തന്നെ തുടരുകയാണ്. മാത്രമല്ല, ഇയാളുടെ വീട്ടിലും പരിശോധന നടത്തിയിട്ടുണ്ട്. അതിനു പുറമെ ഈ ഗേറ്റിൽ 3 സ്വകാര്യ സെക്യൂരിറ്റി സർവീസിലെ ഏജൻസിയിലെ 3 ഗാർഡും ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഇവരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധിക്കുവാനോ അല്ലെങ്കിൽ മറ്റ് ഈ തീവ്രവാദികളെ എതിർക്കുവാനോ ഒന്നും തന്നെ ശ്രമിച്ചില്ല എന്നുള്ളതാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇവർക്കും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള സംശയം ഇവിടെ ഉളവാക്കുന്നുണ്ട്. ഇതിനു പുറമെ നമുക്ക് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ആ ദൃശ്യങ്ങൾ വൈറലായിട്ടുണ്ട്. ഈ ബൈസരൺ താഴ്വരയിലെ സിപ്ലൈൻ ഓപ്പറേറ്റർ, അതായത് മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള ഒരു വ്യക്തി സിപ്ലൈനിൽ കയറാൻ പോകുമ്പോൾ അയാൾ അവിടെ നിന്നും വീഡിയോ പകർത്തുന്നുണ്ട്. ആ വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് ഈ സിപ്ലൈൻ തുടങ്ങുന്ന ഭാഗത്ത് വെച്ച് തന്നെ ഈ വെടിശബ്ദം കേൾക്കുന്നു. അപ്പോൾ തന്നെ ഇയാൾ അല്ലാഹു അക്ബർ തക്ബീർ മുഴക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും NIA സംശയിക്കുന്നത് ഇവർക്കും പങ്കുണ്ടോ എന്നുള്ളത് തന്നെയാണ്. ആ കാര്യങ്ങളും NIA പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഈ സിപ്ലൈൻ ഓപ്പറേറ്ററും ഇപ്പോഴും NIAയുടെ കസ്റ്റഡിയിലാണ്. ഇയാളെയും കൃത്യമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ളതാണ് NIA വ്യക്തമാക്കുന്നത്. ഇതിനു പുറമെ അന്ന് ഈ സംഭവം നടന്നപ്പോൾ ആദ്യത്തെ വെടിയൊച്ച കേട്ടപ്പോൾ തന്നെ പ്രദേശവാസിയായ ഒരാൾ മരത്തിന് മുകളിലേക്ക് കയറിയിരുന്നു. അവിടെ നിന്നും അയാൾ ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ആ ദൃശ്യങ്ങളടക്കമുള്ള ഫോൺ ഇപ്പോൾ NIAയുടെ കസ്റ്റഡിയിലാണ്. ഇയാളെയും ഇപ്പോൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ്. കാര്യം, ഈ ദൃശ്യങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങളുണ്ട്. ഈ ആക്രമണം നടന്നതിന് ശേഷം സൈന്യം ഇവിടേക്ക് എത്തിയ ശേഷമാണ് ഇയാൾ മരത്തിന് മുകളിൽ നിന്നും താഴെ ഇറങ്ങിയത്. അങ്ങനെ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ NIA പരിശോധിച്ച് വരികയാണ്. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്നവരെ, അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരെയും എല്ലാം തന്നെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. NIAയുടെ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ 7ാം ദിവസമാണ് ഈ പെഹൽഗാമിലെ ബൈസ്രൺ വാലിയിൽ ആക്രമണം നടന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഈ ബൈസ്രൺ വാലിയിൽ തീവ്രവാദികളുടെ ആക്രമണം നടന്നത്. അതേസമയം 7ാം ദിവസവും ഈ ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. വിവിധ മേഖലകളിലായി പ്രത്യേക സംഘങ്ങൾ വിവിധ മേഖലകൾ തിരിഞ്ഞുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഇത്തരം ആക്രമണം നടത്തിയവരുടെ അടുത്തേക്ക് പോലും ഈ സംഘത്തിന് എത്താൻ പറ്റി. എന്നാൽ അവർ അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. പ്രത്യേകിച്ച് അവർ വെൽ ട്രെയിൻഡ് ആണ് എന്നുള്ളതാണ്. ഈ പാകിസ്ഥാൻ ആർമിയുടെ കമാൻഡറായിരുന്ന വ്യക്തി
വ്യക്തിക്ക് കീഴിലൊക്കെ തന്നെ കൃത്യമായി ട്രെയിനിങ് ലഭിച്ചവരാണ് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് അവരെ പിടികൂടുക അങ്ങനെ പെട്ടെന്ന് സാധ്യമായ ഒരു കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് അവരുടെ പക്കലും മോസ്റ്റ് മോഡേൺ ആയുധങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ ത്രാലിലും അതേപോലെ തന്നെ അനന്തനാഗ് മേഖലയിലുമൊക്കെ തന്നെ ഇവരെ വളരെ കൃത്യമായി തന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു ഈ പ്രത്യേക അന്വേഷണ സംഘം. അതിനപ്പുറത്തേക്ക് അവർ കടന്നു ചെല്ലുന്ന മേഖലകൾ ത്രാലാണേലും അനന്തനാഗ് ആണേലും അവിടെയൊക്കെ തന്നെ ഇവർക്ക് പ്രാദേശികപരമായ ചില സംരക്ഷണം ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സൂചന. അങ്ങനെ ഇവർക്ക് പ്രാദേശികപരമായ സംരക്ഷണം നൽകിയവർക്ക്, അതായത് അനന്തനാഗിൽ ഇവർ ഒരു ഗ്രാമത്തിൽ ഒരു വീട്ടിൽ ഒളിച്ചിരുന്നതായി വിവരങ്ങളുണ്ട്. അതേപോലെ തന്നെ ത്രാൽ മേഖലയിൽ ഒരു വീട്ടിൽ ഇവർ കഴിഞ്ഞിരുന്നു. ഈ 2 വീട്ടുകാരെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അവർ ഇവരെ സംരക്ഷിക്കുന്ന തരത്തിലേക്കായിരുന്നു അവരുടെ നീക്കങ്ങളുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം കൃത്യമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഒപ്പം തന്നെ ഗുൽഗാമിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം ഇവരുമായി ഏറ്റുമുട്ടലുണ്ടായത്. ഈ ഗുൽഗാം മലമേഖലയിൽ തന്നെ ഇവർ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ മേഖല കൃത്യമായി തന്നെ പ്രത്യേക ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് തന്നെ വളരെ കൃത്യമായി അരിച്ചുപെറുക്കുകയാണ്. ഡ്രോൺ ഉൾപ്പെടെയുള്ളവ കൊണ്ടുള്ള നിരീക്ഷണങ്ങൾ നടക്കുകയാണ്. അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് NIA സംഘം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ദൃക്സാക്ഷികളെ അടക്കം ഈ ബൈസരൻ വാലിയിൽ എത്തിച്ച് ഈ സീൻ വീണ്ടും അതായത് അന്നത്തെ ക്രൈം സീൻ അവർ വീണ്ടും പുനരാവിഷ്കരിച്ചിരുന്നു NIA സംഘം. അങ്ങനെ കൃത്യമായിട്ടുള്ള രീതിയിലൊരു അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. ഒരു IG, അതേപോലെ തന്നെ ഒരു DIG, ഒരു SP അവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ദേശങ്ങളിലുണ്ടായിരുന്നവർ ആ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവിടങ്ങളിലെല്ലാം ചെന്ന് ഈ ദൃക്സാക്ഷികളെയും ഈ സംഭവത്തിന് ഇരയായവരെയും അവരുടെ കുടുംബത്തിലുള്ളവരെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യുവാൻ വേണ്ടിയാണ് NIA തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ നിന്നും മൊഴിയെടുക്കേണ്ട സാഹചര്യമുണ്ട്. മാത്രമല്ല ഇവരുടെ ഫോണുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളുണ്ടോ എന്നുള്ളത് NIA പരിശോധിക്കുന്നുണ്ട്. അത്തരം ഡിജിറ്റൽ തെളിവുകളുള്ള ഫോണുകൾ NIA ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി ഏറ്റെടുത്തുകൊണ്ട് അതിനുവേണ്ടിയുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രധാനമായും സംശയിക്കുന്നത് ഈ പ്രാദേശികപരമായി, അതായത് അവിടെ ഉണ്ടായിരുന്ന ചിലർ, ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്ന കച്ചവടക്കാരിൽ ചിലർ ഇവർക്ക് സഹായം നൽകിയോ എന്നുള്ളത് തന്നെയാണ്. അതാണ് ഈ സിപ്ലൈനിലെ ഓപ്പറേറ്റർ, സിപ്ലൈൻ ഓപ്പറേറ്റർ അള്ളാഹു അക്ബർ വിളിക്കുന്നതിൽ വളരെ കാര്യമായൊരു സംശയം തന്നെയാണ് NIAയിൽ ഉടലെടുത്തിരിക്കുന്നത്. വീണ. ഓക്കെ, നന്ദഗോപൻ വളരെ വിശദമായ റിപ്പോർട്ട് നൽകുകയായിരുന്നു.